الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങളുമൊക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശിഷ്ടരായും വലിയ ആദരവ് നൽകിക്കൊണ്ടുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്. അത് സൃഷ്ടിപ്പിലും നമുക്ക് നൽകിയിട്ടുള്ള കഴിവിലും നിഅമത്തുകളിലുമൊക്കെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പരിശോധിച്ചാൽ അതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. മറ്റു ജീവിവർഗങ്ങളിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നല്ലതും ചീത്തയും നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള നമ്മുടെ വിശേഷ ബുദ്ധിയാണ്. കാര്യങ്ങളെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അതനുസരിച്ച് നമുക്ക് വികസിക്കാനുമൊക്കെ ആവശ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. മറ്റൊരു മൃഗങ്ങൾക്കും അത്തരത്തിലുള്ള പ്രത്യേകമായ സവിശേഷതകളില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ജന്മനായുള്ള ചില സ്വഭാവങ്ങളുണ്ടാവും, അതിൽ നിന്ന് മാറ്റം വരുത്താൻ അവർക്ക് കഴിയില്ല എന്ന് നമ്മളൊക്കെ പഠിച്ച കാര്യമാണ്. നന്മയെ നന്മയായി കാണാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ജീവിതം നമുക്കറിയാം, ഇത് ഇന്നും നാളെയും ഒക്കെയായി അങ്ങനെ നശിച്ചു തീരുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. എന്നും ഇവിടെ ജീവിച്ചു പോകാൻ സാധ്യമല്ല എന്ന് ഓരോ മരണം കേൾക്കുമ്പോഴും, ഓരോ മയ്യത്തിന്റെ മുമ്പിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും, ഓരോ മയ്യത്തിനെ നമ്മൾ നമസ്കരിക്കുമ്പോഴും, ഓരോ മയ്യത്ത് നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്.
പാരത്രിക ലോകത്ത് ആരാണോ വിജയിക്കുന്നത് അവർ രക്ഷപ്പെടും. ആ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കാനുള്ള, കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. പവിത്രമായ 4 മാസങ്ങളിൽ സുപ്രധാനമായ ദുൽഖഅദ മാസത്തിന്റെ ഒരു വക്കിലാണ് നമ്മളുള്ളത്. ഈ മാസങ്ങളുടെ ഒക്കെ പ്രത്യേകത, എപ്പോഴും നമ്മൾ നന്മകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്, നല്ലത് ചിന്തിക്കേണ്ട മാസമാണ്, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മാസമാണ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന മാസമാണ്. അതിനൊക്കെ വലിയ പ്രതിഫലവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തെറ്റുകുറ്റങ്ങൾ തീരെ സംഭവിക്കാൻ പാടില്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാണ് എന്ന് പഠിപ്പിച്ച ഒരു മാസത്തിന്റെ ഒരാരംഭത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ ഇനിയുള്ള ദിവസങ്ങളെ സമീപിക്കേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. തിന്മ ചെയ്യാനുള്ള മനസ്സ്, നല്ലത് കേൾക്കാനുള്ള കാതുകളൊക്കെ നമുക്കറിയാം, രണ്ടും വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. നല്ലത് കേൾക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഒരു ഭാഗത്തുണ്ട്, എന്നാൽ ഒരു ഭാഗത്ത് തിന്മ ധാരാളമായി വർദ്ധിച്ചു വരുന്നുണ്ട്. തിന്മ വർദ്ധിക്കുകയും നന്മകൾ ഒരു നിലക്കും കേൾക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന കാതുകളും നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. തിന്മകൾക്കെതിരെ എത്രയാണ് നമ്മൾ ബോധവൽക്കരണം നടത്തുന്നത്, എത്രയാണ് നമ്മൾ ക്ലാസുകൾ എടുക്കുന്നത്, എത്രയാണ് ദഅവ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ ഈ ധാർമ്മിക ബോധത്തെ ഒക്കെ കാർന്നു നിന്നുകൊണ്ടാണ് തിന്മകൾ പെരുകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വളരെ മാരകമായ ലഹരികൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമികപരമായി നമുക്കറിയാം ഇതൊക്കെ ഹറാമാണ് എന്നറിയാം. പക്ഷെ എങ്ങനെയാണ് മുസ്ലിം കുടുംബങ്ങളിലേക്ക് ഇത് എത്തുന്നത്? നമ്മുടെ സുഹൃത്തുക്കളുടെ കൈകളിലേക്ക് ഇത് എങ്ങനെയാണ് എത്തുന്നത്? നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഇത് എത്തുന്നത്? നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? വലിയൊരു ഹറാമാണ് ലഹരി എന്ന് പഠിപ്പിക്കപ്പെട്ട ദീനിന്റെ വക്താക്കളുടെ ചിത്രങ്ങളും വാർത്തകളും എങ്ങനെയാണ് മീഡിയകളിൽ സജീവമാകുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. കൊണ്ടോട്ടി മുതൽ ഫറൂഖ് വരെയുള്ള ഒരു സ്ഥലം എടുത്താൽ അത്രമേൽ വ്യാപകമായ വളർച്ചയാണ് യഥാർത്ഥത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലഹരി വ്യക്തിപരമായി ആരെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? കുടുംബപരമായി ആരെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? സാമൂഹ്യപരമായി ആർക്കെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വലിയ പൊട്ടിത്തെറികളാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ആസ്വാദനങ്ങൾക്ക്, ചെറിയ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആളുകൾ ഇതിൽ വന്ന് വീഴുന്നത്. ലഹരി ആത്യന്തികമായി നമുക്കൊന്നും നേടിത്തരുന്നില്ല എന്ന് എല്ലാവർക്കും ബോധമുണ്ട്. പക്ഷേ ആളുകൾ ഇതിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. കള്ള്, അതുപോലെ തന്നെ ചൂതുകളി, പ്രതിഷ്ഠകളുടെ കാര്യങ്ങൾ, പ്രശ്നം വെക്കൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൈശാചികമാണ്, ശൈത്വാനിയത്താണ്, വളരെ മോശമാണ്, മ്ലേച്ഛമാണ്, തോന്നിവാസത്തിൽപ്പെട്ടതാണ്, വൃത്തികേടാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ വെടിയുക, ഉപേക്ഷിക്കുക. എന്തിനാണത് ഉപേക്ഷിക്കുന്നത്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണ്ടേ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ, അതിന് നിങ്ങൾ അത് ഉപേക്ഷിക്കുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊരു ശൈത്വാനിയത്താണ് എന്ന് പഠിപ്പിച്ചു, പൈശാചികമാണ് എന്ന് പഠിപ്പിച്ചു. ഇതിൽ വീണുപോയാൽ കരകയറാൻ വലിയ പാടാണ് എന്ന് പഠിപ്പിച്ചു. ശൈത്താന്റെ ഉദ്ദേശം ഇതിലെന്താണ്? നമുക്ക് ലാഭം ഉണ്ടാക്കലാണ്, നമുക്കിടയിൽ വലിയ വരുമാനം ഉണ്ടാക്കലാണ്, നമ്മുടെ ജീവിതം ദുനിയാവും ആഖിറവും നശിപ്പിക്കുക എന്നതും പരസ്പരമുള്ള ബന്ധങ്ങളെ തകർക്കുക എന്നതുമൊക്കെയാണ് പിശാചിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ അത് വിശേഷിപ്പിച്ച് പറഞ്ഞത്, ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി അനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. ഖുർആൻ ചോദിക്കാണ്, പറഞ്ഞുതരാണ്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ, നിങ്ങൾക്കിടയിൽ ശത്രുതയും ദേഷ്യവും പകയും പരസ്പരമുള്ള വൈരാഗ്യവും ഒക്കെ ഉണ്ടാക്കുക എന്നതാണ് ലഹരി
ലഹരി ഉപയോഗത്തിലോടുകൂടി പിശാച് ആഗ്രഹിക്കുന്നത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഖുർആൻ ഏറ്റവും എടുത്തു പറഞ്ഞത് മദ്യത്തെയും ചൂതാട്ടം പോലെയുള്ള ഒരു അധികാരത്തിന്റെ ലഹരിയെക്കുറിച്ചാണ്, പണമെറിഞ്ഞു കളിക്കുന്ന ലഹരിയെക്കുറിച്ചാണ്, ഉള്ളത് നഷ്ടപ്പെടുന്ന ലഹരിയെക്കുറിച്ചാണ്. അതിന്റെ പലതരത്തിലുള്ള വകഭേദങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ ആത്യന്തികമായി നമുക്കിടയിൽ ശത്രുതയും പകയും വിദ്വേഷവും തമ്മിൽ തെറ്റാനുള്ള സാഹചര്യമൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ധാർമ്മിക ബോധം മറന്നുപോകും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മറന്നുപോകും, നമസ്കാരം മറന്നുപോകും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിശാച് നിങ്ങളെ തടയും. ഫഹൽ അൻതും മുൻതഹൂൻ, നിർത്തിപ്പോകാൻ സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്നേക്കുമുള്ള വചനമല്ലേ. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് ചെവി കൊള്ളാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും കെണികളിൽ വീണുപോവാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് പുറകിൽ നിന്ന് മുന്നോട്ടാണ്. ഏകദേശം 10-25 വയസ്സ് പ്രായമാകുമ്പോഴാണ് അവന്റെ തലച്ചോറിന്റെ പൂർണ്ണമായ വളർച്ചയെത്തുന്നത്. നമുക്കൊരു കാര്യം തീരുമാനിക്കണം, ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ ഇടപെടണം, ഒരു നന്മയും തിന്മയും ഒക്കെ കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് സ്വയം തന്നെ ഒരു ബോധത്തോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യണം, അതിൽ നിന്ന് പിന്തിരിയണം. അത്തരത്തിലൊക്കെ കാര്യങ്ങൾക്ക് പാകമാകുന്ന സമയം എന്ന് പറഞ്ഞാൽ 10-24-25 വയസ്സ് പ്രായമാകും. അപ്പോഴാണ് നമ്മുടെ മസ്തിഷ്കം യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്, അതിന്റെ വളർച്ച പൂർണ്ണമാകുന്നത്. ആ സമയത്തിനുള്ളിലാണ് പലപ്പോഴും ഇത്തരം കെണികളിൽ നമ്മുടെ കുട്ടികൾ വീണുപോകുന്നത്. കൗമാരപ്രായക്കാർ, ടീനേജുകാർ, 16, 17, 18, 19, 20 ഒക്കെ വയസ്സുള്ള കുട്ടികൾ പലപ്പോഴും ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പലരും ഇത്തരം കെണികളിൽ വീണുപോവുകയാണ്. അത്തരം പ്രായക്കാർ ചെയ്യേണ്ടത് അവർ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള അഡ്വൈസുകൾ സ്വീകരിക്കുക എന്നതാണ്, നല്ല കാര്യങ്ങളെക്കുറിച്ച് കേട്ട് പഠിക്കുക എന്നതാണ്, അന്വേഷിച്ചും മനസ്സിലാക്കിയും അതിന്റെ നന്മ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കെണികളിൽ വീണുപോകും എന്നതാണ്. ഖംർ എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ ഒന്നായിട്ട് മറക്കുക എന്നാണ്, നമ്മളങ്ങോട്ട് മൂടുക എന്നതാണ് യഥാർത്ഥത്തിൽ ഖംർ എന്ന പദത്തിന്റെ അസിലായ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ ബുദ്ധിയെയാണ് മറപ്പിക്കുന്നത്, നമ്മുടെ ബുദ്ധിയെ അത് സാരമായി ബാധിക്കുന്നു. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആലോചനകളെയും തീരുമാനങ്ങളെയും ഒക്കെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിയില്ലാത്തൊരു സമീപനം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല, ആലോചനയില്ലാത്തൊരു സമീപനം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇസ്ലാം കഠിനമായി വെറുത്തു. അതുകൊണ്ടാണ് ഈ തിന്മയിലേക്ക് പോകരുത് എന്ന് പഠിപ്പിച്ചത്. ഒരാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ മാനസിക നില തകരാറിലാവുകയും പിന്നെ അവൻ എന്താണ് ചെയ്യുക, പ്രവർത്തിക്കുക എന്ന് അവന് തന്നെ നിശ്ചയമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇതിനെ നിരോധിക്കുന്നതും ഇതിനെ പാടെ വെറുത്തതും എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, WHO ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകാടിസ്ഥാനത്തിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നത് കാരണം 30%, 40% ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഓർമ്മക്കുറവ് സംഭവിക്കുന്നു, ആളുകളുടെ ധൈര്യം ചോർന്നു പോകുന്നു, അക്രമ വാസന ഉണ്ടാകുന്നു, വിഷാദം പോലെയുള്ള ഡിപ്രഷൻ പോലെയുള്ള രോഗമുണ്ടാകുന്നു, അതുപോലെ തന്നെ കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നു, ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നു, അന്നനാളത്തിന് ക്യാൻസർ വരുന്നു. ആളുകൾ പുകവലിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എത്ര വലിയ അപകടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഒരു പുകയല്ലേ, ഒരു സിഗരറ്റ് അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലാ തുൽഖു ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു നാശത്തിൽ പോയി വീഴരുത് എന്ന്. അതിന്റെ പാക്കറ്റുമ്പോൾ തന്നെ അത് എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളിലും അത് നിങ്ങൾക്ക് ഗുണമല്ല, മാരകമായ ക്യാൻസർ തരുമെന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കാശ് കൊടുത്ത് കാശ് ഊതി വീർപ്പിച്ച് അന്തരീക്ഷത്തിലേക്ക് വിടും. നമ്മളോട് മാത്രമാണ് ദ്രോഹം ചെയ്യുന്നത്. അയാളുടെ ഭാര്യയോട് ദ്രോഹം ചെയ്യുന്നു, അയാളുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞു മക്കളോട് ദ്രോഹം ചെയ്യുന്നു, അങ്ങാടികളിലും പൊതുസ്ഥലത്തും വലിക്കുമ്പോൾ നാട്ടുകാർക്ക് ദ്രോഹം ചെയ്യുന്നു. എത്ര വലിയ തിന്മയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഒക്കെ നമ്മൾ വിചാരിച്ച് നിർത്താൻ പറ്റും. റമദാനിൽ പല ആളുകളും നിർത്തും, ഇനിയും തുടരുകയാണ്. എന്തിനാണ് നമ്മൾ ഈ അപകടം സ്വയം വിളിച്ചു വരുത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതിനേക്കാൾ മാരകമാണ് കഞ്ചാവ് പോലെയുള്ള MDMA പോലെയുള്ള നമ്മൾ പേരും അറിയുന്നതും അറിയാത്തതുമായ തരത്തിലുള്ള ലഹരികൾ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ മാനസികമായ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. മദ്യം പോലുള്ള ലഹരി പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിലുള്ള പുകിലുകൾ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. നാട്ടിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ്. ലഹരി ഉണ്ടാകുന്ന വ്യക്തിപരം, കുടുംബപരം, സാമൂഹ്യ തരത്തിലുള്ള ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു.
കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾക്ക് പിന്നിലെ ശരിയായ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നത്? ലഹരി ഉപയോഗം, മദ്യം ഉപയോഗം, ബാറിലെ തർക്കങ്ങൾ, സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗം, MDMA ഉപയോഗിച്ചത്, ഈ അടുത്ത കാലത്തായി നടന്ന സകലമാന കൊലപാതകങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുക. മുമ്പത് വലിയ ആളുകളിലായിരുന്നു, പക്ഷേ ഇന്നത് കുട്ടികളുടെ ഇടയിലേക്ക് വരികയാണ്. 10-15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇതിനഡിക്റ്റാവുകയും സഹപ്രവർത്തകരെ, സഹപാഠികളെ, ഉമ്മയെ, ബാപ്പയെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെയൊക്കെ മാരകമായ രീതിയിൽ കൊലപ്പെടുത്തുന്നു, മാനഹാനികൾ ഉണ്ടാക്കുന്നു. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു, വിവാഹമോചനങ്ങൾ നടക്കുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിം പോക്കറ്റുകളിലേക്ക് ഇത് കടന്നു വരുന്നു. നമ്മളതിനെതിരെ വലിയ ജാഗ്രതകൾ പാലിക്കേണ്ടത്. ഇത് നാശമാണെന്ന് അറിയാത്തവരാരുള്ളത്? ഇത് അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണെന്ന് അറിയാത്തവരാരുള്ളത്? എന്നിട്ടും നമ്മൾ അതിലേക്ക് വീണു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇതിനെതിരെ വലിയ ജാഗ്രതകൾ കാണിക്കേണ്ടതുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. ലഹരി ഉപയോഗത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് 25 വയസ്സിന് താഴെയുള്ള 10 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നത് ഒരു ചെറിയ കണക്കായി നമ്മൾ കാണേണ്ടതില്ല. 25 വയസ്സിന് താഴെ പ്രായമുള്ള 10 പേരെങ്കിലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെ നമ്മൾ നല്ല കാര്യങ്ങളിൽ പങ്കാളികളാക്കണം, നന്മകളിൽ പങ്കാളികളാക്കണം. ഇവിടെ മതസംഘടനകളുണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്, സാന്ത്വന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, ചെറിയ ചെറിയ നന്മകൾ ചെയ്യുന്ന ക്ലബ്ബുകളുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ പങ്കാളികളാക്കുക, നല്ല പ്രവർത്തനങ്ങളിൽ അവർക്ക് അവസരം കൊടുക്കുക, അവരെ സ്വയം എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ സ്വയം വളർത്തിയെടുക്കാനും ഒക്കെ ആവശ്യമായ സാഹചര്യങ്ങൾ മഹല്ലുകളിലും നമ്മുടെ നാടുകളിലും ഒക്കെ ഉണ്ടാക്കുക എന്നതാണ്. ലഹരി നോക്കൂ, അറബികളുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, വഴിവിട്ട ലൈംഗിക ജീവിതത്തിന്, സെക്സ്വലായിട്ടുള്ള അതിപ്രസരത്തിന് ലഹരി അറബികൾക്കിടയിൽ ഒരു കാലത്ത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പ്രബോധനം ചെയ്തു വരുന്ന സമയത്ത് അറേബ്യയുടെ ചരിത്രം എന്താണ്? വഴിവിട്ട ലൈംഗികതയായിരുന്നു. എല്ലാ നിലക്കുമുള്ള ലൈംഗികമായ ദുരുപയോഗങ്ങളായിരുന്നു. മോശം കാഴ്ചകളും മോശം വർത്തമാനങ്ങളും മോശം പ്രവൃത്തികളും സിനയായിരുന്നു അവിടെ വ്യാപിച്ചിരുന്നത്. ലഹരി അതിനൊരു പ്രധാന കാരണമായിരുന്നു എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമാനതകളില്ലാത്ത യുദ്ധഭ്രാന്തിന് ഊർജം പകർന്നത് അറബികൾക്ക് എന്തായിരുന്നു? ലഹരിയായിരുന്നു. കള്ളുകുടിച്ചും കള്ളുണ്ടാക്കിയും കള്ളുൽപാദിപ്പിച്ചും കള്ളിന്റെ വലിയ അബ്കാരി കോൺട്രാക്ടർമാരും ഒക്കെയായി അവര് എന്തിനായിരുന്നു? അവർക്ക് ഊർജം പകരാൻ. ഇതൊക്കെ കുടിച്ചിട്ട് ഒരു തരത്തിലുള്ള ധൈര്യം അവരുണ്ടാക്കിയെടുക്കും. അവരുടെ വിറയിൽ മാറ്റാൻ, ഒരു ബോധമില്ലാതെ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടാനൊക്കെ അവരുപയോഗിച്ച സാധനമായിരുന്നു ലഹരി എന്ന് പറയുന്നത്. ഈ കള്ള് എന്ന് പറയുന്നത് അത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ധാരാളം ഭവിഷ്യത്തുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എന്ന് നമുക്കറിയാം. അങ്ങനെ അവർക്കിടയിൽ ശത്രുതയുണ്ടായി, കലഹങ്ങളുണ്ടായി, 40 വർഷം വരെ തുടരുന്ന യുദ്ധങ്ങളുണ്ടായി. ചെറിയ ചെറിയ അയലക്കാരാണ്, കുടുംബഗോത്രങ്ങളാണ്, നിലക്കാത്ത പകയുണ്ടായി. ലഹരി അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. താമരശ്ശേരിയിൽ, പട്ടാമ്പിയിൽ, കൊണ്ടോട്ടിയിൽ പല നിലത്ത് നമ്മൾ ഈ ലഹരി ഉപയോഗത്തിന്റെ പേരിലുള്ള വാർത്തകൾ വായിച്ചാൽ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കുടുംബത്തിൽ പകയും വിദ്വേഷവും പ്രശ്നങ്ങളും സങ്കടങ്ങളും സംഘർഷങ്ങളും കരച്ചിലും കണ്ണീരും തോരാത്ത സാഹചര്യങ്ങൾ ലഹരി കൊണ്ടുണ്ടാകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദ്യരഹിത ഇന്ത്യ സ്വപ്നം കണ്ട നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഇപ്പോൾ വേദനിക്കുന്നുണ്ടാകും. നമ്മുടെ സർക്കാരുകൾ, മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതൽ തുറന്നു കൊടുക്കുകയാണ്, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. പിറ്റത്തെ കൊല്ലവും നമ്മൾ വളരെ ആവേശത്തോടു കൂടി ഇത്തരം നയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന സർക്കാരുകളെ ജയിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. വ്യത്യസ്തമായ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ വേദികളിൽ പറയാൻ കഴിയണം, ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല, ഇത് മോശമാണ്. നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികളെ ഇത് ബാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഘട്ടം ഘട്ടമായി മദ്യം നിരോധിച്ചപ്പോ അതിലൊരു ഘട്ടത്തെ ഓർമ്മപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കാൻ വരുമ്പോൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് നിരോധിച്ച രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനഃശാസ്ത്രപരമായി പരിശുദ്ധ ഖുർആനിന്റെ സഹായത്തോടുകൂടി ആളുകളുടെ വിശ്വാസതലങ്ങളെ മാറ്റിയെടുത്ത് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി കൊടുത്ത് ജീവിതത്തിന് ഒരു ലക്ഷ്യം നിർണയിച്ചു കൊടുത്ത് പരസ്പര ബന്ധങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് സ്നേഹബന്ധത്തിൽ, ആദർശബന്ധത്തിൽ ഊട്ടിയുറപ്പിച്ച് അവർക്ക് ദീനിന്റെ പാഠങ്ങൾ പകർന്നു കൊടുത്തു. അവർ ലഹരി ഉപേക്ഷിക്കാൻ തയ്യാറായി, മദ്യം ഉപേക്ഷിക്കാൻ തയ്യാറായി. നമസ്കാരത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് അടുക്കരുത്, വഅൻതും സുകാറാ, നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിട്ട് വരരുത് എന്നാണ്.
എന്താണ് പറഞ്ഞത് കാരണം? ഹത്താ തഅലമൂ മാ തഖൂലൂൻ, ലഹരിയിൽ നിന്ന് പുറത്തു വരാത്തിടത്തോളം നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധമുണ്ടാവില്ല. ഇത് അല്ലാഹുവായിട്ടുള്ള ഒരു മുനാജാത്താണ്, പടച്ചോനായിട്ടുള്ള ഒരു സംഭാഷണമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് നിങ്ങളെ ലഹരി ഉപയോഗം നശിപ്പിക്കും എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. ലഹരി ഉപയോഗിക്കുന്ന ആ ആയത്തിന്റെ കൂടെ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? കള്ളിനെ പറ്റി പറഞ്ഞ ആയത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ കാര്യങ്ങൾ ശിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. പ്രശ്നം നോക്കുക, പ്രതിഷ്ഠകൾ വെക്കുക, ഇത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾക്ക് അമ്പുകൾ ഉപയോഗിക്കുക, ഇതൊക്കെ ശിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ശിർക്കിനെ കുറിച്ച് നമുക്കറിയാം, മഹാപാപമാണ്, വലിയ ഗൗരവത്തിൽ കാണുന്ന വിഷയമാണ്. അതേ ആയത്തിന്റെ കൂടെയാണ് പരിശുദ്ധ ഖുർആൻ മദ്യത്തെ, ലഹരിയെ ചേർത്ത് വെച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറാണ് എന്നാണ്. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം എന്നാണ്. നിങ്ങൾക്ക് ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ ഉണ്ടോ? ചിലർക്ക് ഫോണായിരിക്കും, ഫോൺ അഡിക്ഷൻ. ചിലർക്ക് ചില പാനീയങ്ങളായിരിക്കും അഡിക്ഷൻ. ചിലർക്ക് മറ്റു ചില കാഴ്ചകളായിരിക്കും അഡിക്ഷൻ. നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നതെല്ലാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. മുഅ്മിൻ അത് സാധിക്കണം. ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ, റസൂലുള്ള പറഞ്ഞതാണോ, എന്റെ ദീനിന് ഗുണം പകരുന്നതാണോ, എന്റെ ആഖിറത്തിന് ഹൈറായതാണോ എന്നാലോചിച്ച് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ലഹരി പലപ്പോഴും ഒരു സ്റ്റാറ്റസിന്റെ സിമ്പലായാണ്. ഒരു കുപ്പിയൊക്കെ പിടിച്ചുള്ള ഫോട്ടോ ലൈക്ക് കിട്ടാൻ കുട്ടികൾ ഉപയോഗിക്കുന്നു. കല്യാണ പാർട്ടികളിൽ കള്ള് ഒരു പ്രധാനപ്പെട്ട വിഭവമാകുന്നു. ആളുകൾ ജനിച്ചാൽ, മരിച്ചാൽ, സന്തോഷം ഉണ്ടെങ്കിൽ, സങ്കടം ഉണ്ടെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള പാർട്ടികൾ ഉണ്ടാകുന്നു. മാരകമായ രോഗങ്ങളാണ് ഇവര് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, കള്ള് കാലങ്ങനെ പുരോഗമിക്കും, അത് പല പേരുകളിലും വിളിക്കപ്പെടുമെന്നാണ്. പിന്നീട് ക്രമേണ അതൊക്കെ നിങ്ങൾ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു തുടങ്ങുമെന്നാണ്. മാസ്കറ കതീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി അത് കൂടുതൽ തന്നെ ആവണമെന്നില്ല, കുറച്ചു മതി, അങ്ങനെയാണെങ്കിലും അത് ഹറാമാണ് എന്നാണ്. അത് ഇതിൽ ആൽക്കഹോൾ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ബിയറൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതൊന്നും കള്ളല്ല, ഇതൊന്നും ലഹരിയല്ല, ഇത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല എന്നൊക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചായാലും കൂടുതലായാലും ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ സഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലേ ഞാൻ കുറച്ച് കള്ളു കുടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ കുറച്ച് കുടിച്ചോട്ടെ എന്ന് റസൂലുള്ളാഹി ഇങ്ങനെ കാണിച്ചു കൊടുത്തു, നീ ഈ ഒരു കൈക്കുമ്പിളിലാണ് കള്ളു കുടിക്കുന്നത് എങ്കിൽ പോലും അത് തുടങ്ങിയാൽ നിനക്കത് എത്ര വലുതായി കുടിച്ചാൽ പോലും അത് നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാതെയാകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന് റസൂൽ പറഞ്ഞു, നീ അത് കുടിക്കുന്നതോടുകൂടി നീ നിന്റെ ഉറയിൽ നിന്ന് വാളൂരും, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ സഹോദരൻ നിനക്ക് മനസ്സിലാകാതാകും, എന്നിട്ട് നീ അവന്റെ ശിരസ് ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മത്തിന് താക്കീത് നൽകിയിട്ടുണ്ട്. അതൊക്കെയല്ല നമ്മൾ കാണുന്നത്. ഇതുപയോഗിച്ചാൽ ബുദ്ധി നഷ്ടപ്പെടും, ആളുകൾ തെറ്റിലേക്ക് പോകും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വർഗപ്രവേശത്തിന് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട തിന്മയാണ് ലഹരി എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. വല്ലവനും ലഹരി ഉണ്ടാക്കുന്നത് കുടിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അവന്റെ 40 പ്രഭാതങ്ങളിലെ നമസ്കാരം ബാത്തിലായി പോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വമൻ ശരിബ ഖംറൻ ഔ ശറാബൻ മുസ്കിറൻ ജുദ്ദ 40 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, റസൂലുള്ളാഹി ഞാനിത് ലഹരിയായിട്ടല്ല ഉപയോഗിക്കുന്നത്, ഞാനിത് മരുന്നായിട്ടാണ് ഈ മദ്യത്തെ ഉപയോഗിക്കുന്നത് എന്ന് സുവൈദ് ബിൻ താരിഖ് എന്ന സഹാബി വന്നിട്ട് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അസ്നഉഹാ ലിദ്ദവാ, ഞാനിത് മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് റസൂലേ. റസൂൽ പറയാണ്, ഇന്നഹു ലൈസ ബിദവാഇൻ വലാകിന്നഹു ദാഉൻ, അതൊരിക്കലും മരുന്നല്ല, അത് മാരകമായ രോഗങ്ങളാണ് തരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വ്, ശൈത്വാൻ നിങ്ങൾക്ക് മുഖ്യ ശത്രുവാണ്, ഫത്തഹിദൂഹു അദുവ്വാ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണുക. നമുക്കിടയിൽ ശത്രുതയും വിദ്വേഷവും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയാണ് പിശാച്. അവൻ നിങ്ങൾക്ക് ഒരിക്കലും കൂട്ടുകാരനാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു. എന്താ പിശാചിന്റെ പണി? ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ,
പിശാച് അവനെയും അവന്റെ കൂട്ടുകാരെയും ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ്? അസ്ഹാബി സഈർ, വേദനാജനകമായ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന, അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന നരകത്തിന്റെ അവകാശികളാക്കാനാണ്. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടല്ല എന്നാണ്. നമ്മുടെ വിശ്വാസത്തെ അത് നശിപ്പിക്കുന്നു, നമ്മുടെ ബുദ്ധിയെ അത് നശിപ്പിക്കുന്നു, നമ്മുടെ ദീനിനെ അത് നശിപ്പിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ അത് നശിപ്പിക്കുന്നു, നമ്മുടെ അഭിമാനത്തെ അത് നശിപ്പിക്കുന്നു, നമ്മുടെ ധനത്തെ അത് നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്താണ് അകത്തേക്ക് കൊടുക്കേണ്ടത്? കുലൂ മിനത് തയ്യിബാത്ത്, നല്ലത് മാത്രം കഴിക്കുക, നല്ലത് മാത്രം കഴിക്കുക. അമലു സ്വാലിഹ, നല്ല പ്രവർത്തനങ്ങളും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ആ നിലക്ക് ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെക്കുറിച്ച് നന്നായി ബോധവൽക്കരിക്കുക. നമ്മുടെ കുട്ടികളുടെ വീട്ടിൽ അവരുടെ പുസ്തകങ്ങൾ, അവരുടെ പഠനം, അവരുടെ വളർച്ച ഒക്കെ നമ്മൾ പരിശോധിക്കുന്നത് പോലെ അവർക്കിടയിൽ തിന്മകൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ആവശ്യമായ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയിൽ ധാരാളമായി മത്സരിക്കുകയും നന്മ പ്രവർത്തിക്കുകയും അങ്ങനെ തന്നെ മരിച്ചു പോകാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 2 മാസം മുമ്പാണ് റിപ്പോർട്ടർ ചാനലിൽ 23 വയസ്സായ വളാഞ്ചേരി സ്വദേശിയായ നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഇൻ്റർവ്യൂ കാണാനിടയായി. MDMAക്ക് അടിമയായ ആളുകളെക്കുറിച്ചാണ് ആ സഹോദരൻ പറയുന്നത്. അവനത് ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ചു പോയി. എന്നിട്ട് ആ സുഹൃത്ത് പറയുന്നുണ്ട്, അത് ഉപയോഗിച്ചു തുടങ്ങിയാൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത്. 95% ആളുകൾക്കും അതിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിൽ നിന്ന് അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ട കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരൻ അതിൽ കാര്യങ്ങൾ പറയുന്നത്. രക്ഷിതാക്കൾ, കുട്ടികൾ, കച്ചവടക്കാർ, പലതരത്തിലുള്ള ആളുകളെ ഈ രംഗത്ത് ബോധവൽക്കരിക്കണമെന്ന് അദ്ദേഹം പറയാൻ. നാടിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ ഇത്തരത്തിലുള്ള തിന്മകൾ ധാരാളമുണ്ട്. അതിൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ആ സുഹൃത്ത് പറയുന്നുണ്ട്. 22 വയസ്സുവരെ ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാത്ത ആ ചെറുപ്പക്കാരൻ ഈ കെണിയിൽ വിട്ടുപോവുകയും തുടക്കത്തിൽ വലിയ ധൈര്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് അയാൾ പറയുന്നു. ഭയങ്കര ഒരു എനർജി കിട്ടുമെന്ന് പറയാൻ, എന്നിട്ടോ ധൈര്യം കിട്ടുമെന്ന് പറയും. ആ സുഹൃത്ത് പറയുന്നത്, നിങ്ങൾക്ക് തുടക്കത്തിൽ ധൈര്യം കിട്ടുമെന്ന് തോന്നും, ക്രമേണ നിങ്ങൾക്കത് സംശയത്തിന്റെ രോഗമായി മാറും. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിന്നെ ഒരു തരത്തിലുള്ള പേടിയും ഭീകരതയും ഭയാനകതയും ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മരിക്കില്ലാതെ രക്ഷയില്ല എന്ന ഘട്ടത്തിലേക്ക് അത് എത്തുമെന്ന് ആ സഹോദരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഗൗരവം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടുകൾ പ്രത്യേകിച്ചും നമ്മൾ നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തുക. ഖുർആൻ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് ഒരു കൂട്ടം ആളുകൾ വരും. അവര് കൈകൾ ഇങ്ങനെ പരസ്പരം കടിച്ചുകൊണ്ട്, ഇങ്ങനെ കൈകൾ കടിച്ചുകൊണ്ടാ വരിക. യൗമ യഅദ്ദു ദ്വാലിമു അലാ യദൈഹി, എന്നിട്ട് പറയുമെന്നാണ്, യഖൂൽ യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എനിക്ക് നന്മയുടെ സന്ദേശവുമായി വന്ന ദൈവദൂതന്മാരെ ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഞാൻ ഇന്ന ചങ്ങായിമാരൊക്കെ കൂട്ടുകാരാക്കിയിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ നാശമേ എന്ന് ഒരാൾ വിലപിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. ലഖദ് അളല്ലനി അനി ദിക്ർ, പടച്ചവനെ പിശാചി എന്നെ എന്റെ ഓർമ്മകളിൽ നിന്ന് തടഞ്ഞു. ബഅദ ഇദ് ജാഅനി, എനിക്ക് സന്ദേശമൊക്കെ വന്നിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു, പക്ഷേ എന്നെ പിശാച് തടഞ്ഞിരിക്കുന്നു. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, പിശാച് അവസാനം നമ്മളെ കൈവടിയുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മളെ കൂട്ടുകെട്ടും നമ്മുടെ ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് നമ്മളെ നശിപ്പിക്കും. നമ്മുടെ ധനവും കുടുംബവും ഒക്കെ
ഒക്കെ നശിപ്പിക്കും. ആത്യന്തികമായി നമ്മുടെ പരലോകവും നശിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെതിരെയുള്ള ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക. വളർന്നു വരുന്ന മക്കളെ പ്രത്യേകിച്ച് നന്മയുടെ ഇടങ്ങളിലൊക്കെ നമ്മൾ ആക്റ്റീവായി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. അതൊക്കെയാണ് അതിന് പരിഹാരമായുള്ളത്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ റഹ്മാനും റഹീമുമായ നാഥ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ അവരെയും ഞങ്ങളെയും നിന്റെ മനോഹരമായ സ്വർഗീയ പൂങ്കാവനങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സഫലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഉംറക്കും ഹജ്ജിനുമൊക്കെ യാത്രയാകാനിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിയത്താക്കിയവരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് സ്വദേശങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആ കഅബാലയത്തിൽ ചെന്ന് അള്ളാഹുവെ നിന്റെ മുമ്പിൽ ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെയും. അള്ളാഹുവെ, പരിശുദ്ധമായ ഉംറയും ഹജ്ജും നിർവഹിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, വിവാഹരംഗത്ത് വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ നിലക്കുമുള്ള ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ, അല്ലാഹുമ്മ അർഹം ലനാ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ اغفر لنا يا غافر المذنبين، اللهم ارزق لنا يا خير الرازقين، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين آمين برحمتك يا أرحم الراحمين.